ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് സോഷ്യൽ സയൻസ് സ്റ്റഡി ടിപ്സ് ആയിട്ടാണ്. ഇന്ന് മാർച്ച് 2-ാം തീയതിയാണ്. ഞാൻ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നില്ല. കുറച്ചധികം തന്നെ റിവൈസ് ചെയ്ത് പഠിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള സബ്ജക്റ്റ് സോഷ്യൽ സയൻസ് ആണ്. സോഷ്യൽ സയൻസ് ഞാൻ പൊതുവേ സോഷ്യൽ സയൻസിൽ കുറച്ച് വീക്കായിട്ടുള്ള ഒരാളാണ്. ബട്ട് എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ സോഷ്യൽ സയൻസിൽ നോക്കാറുണ്ട്. ഇപ്രാവശ്യം എനിക്കൊരു വാശിയായിട്ട് തന്നെ A+ വാങ്ങിക്കണം എന്നുള്ളത് കയറിയിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ മാർക്സ് പറയാം. ഞാൻ ഓണം എക്സാമിന് എനിക്ക് 67 മാർക്സ് ആയിരുന്നു. 66 മാർക്സ് ആയിരുന്നു സോഷ്യൽ സയൻസിൽ. പക്ഷേ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വരികയാണെങ്കിൽ 69 മാർക്സ് വന്നിരുന്നു. കാരണം കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വരുത്തി ഞാൻ പഠിച്ചു. കുറച്ച് മാർക്ക് എനിക്ക് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആനുവൽ എക്സാമിൻ്റെ മാർക്ക് അറിയുമോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, പേഴ്സണലായിട്ട് ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ നമുക്ക് മാർക്ക് അറിയാൻ കഴിയും. അപ്പോൾ ഞാനിന്നിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് കുറച്ച് ടിപ്സാണ്. ഞാൻ പഠിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽ A+ ബ്ലോഗിൻ്റെ എഡ്യൂക്കെയർ എന്ന് പറയുന്ന പ്രിൻ്റ് ഷീറ്റ് പ്രിൻ്റ് എടുത്തതാണ്. ഇത് നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. നമ്മൾ ഗൂഗിളിൽ പോയി A+ ബ്ലോഗ് എന്ന് സെർച്ച് ചെയ്ത് നമുക്ക് ഏത് ചാപ്റ്ററാണ് വേണ്ടത് വെച്ചെങ്കിൽ അതിൻ്റെ പേര് കൊടുത്തിട്ട് നമുക്കിത് പ്രിൻ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഇതെനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഇതിലത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ടിപ്പ് നമ്പർ 1 എന്ന് പറയുമ്പോൾ ലൗഡായിട്ട് വായിച്ച് പഠിക്കുക. ഇത് നമ്മുടെ ബ്രെയിനിലേക്ക് പെട്ടെന്ന് കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ മൈൻഡിലേക്ക് കാര്യങ്ങൾ പെട്ടെന്ന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, ഒരിക്കലും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാതിരിക്കുക. ഇത് നമ്മൾ എക്സാം ഹാളിൽ ചെന്നിട്ട് ആ ഒരു ആൻസറിൻ്റെ ഫസ്റ്റ് വേർഡ് കിട്ടാനായിട്ട് നമ്മൾ കുറേ ചിന്തിച്ച് ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യാണ്ട് പഠിക്കുക. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുത്ത് എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ചെയ്യൽ 10 ക്വസ്റ്റ്യൻസ് പഠിക്കും, എന്നിട്ട് 10 ക്വസ്റ്റ്യൻസ് ഓർത്തെടുത്ത് എഴുതും. പിന്നെ അടുത്ത 10 ക്വസ്റ്റ്യൻസ്, പിന്നെ അത് അങ്ങനെ നമ്മൾ പഠിക്കുക. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, ബ്രേക്ക് എടുത്ത് പഠിക്കുക. ഈ ബ്രേക്ക് എടുക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് റിലീഫ് തരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. എക്സാമ്പിൾ ജേർണൽസ് എല്ലാം ചെയ്യുക. ഇന്നിപ്പോൾ ഞാൻ ചെയ്ത ജേർണൽ നിങ്ങൾക്ക് ലാസ്റ്റിൽ കാണിച്ചു തരാം. അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 3 ഡേയ്സ് കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ തലയിൽ നല്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ മൈൻഡ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ടിപ്സ് എല്ലാം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഭയങ്കര എഫക്റ്റീവാണ്. ആൻഡ് ഇതാണ് ചെയ്ത ജേർണൽ. അപ്പോൾ ബൈ.